പ്രൗഢഗംഭീരമായ സമർഖണ്ഡ് റെയിൽവേ സ്റ്റേഷന്റെ മുന്നിലെ ഉദ്യാനത്തിലൂടെ ഒരു ട്രോളി ബാഗും ഉന്തിക്കൊണ്ട് മഹിലിയോ തെളിച്ച വഴിയിലൂടെ നടക്കുകയാണ് ഞങ്ങൾ. ഉസ്ബെക്കിലെ ഞങ്ങളുടെ 3-ാം ദിവസമായ ഇന്ന് സമർഖണ്ഡ് എന്ന ചരിത്രം സ്പന്ദിക്കുന്ന പട്ടണത്തിലെ കാഴ്ചകൾ കണ്ട ശേഷം വൈകുന്നേരത്തോടെ മഹിലിയോയുടെ ഗ്രാമത്തിലേക്ക് പോയി അവളുടെ വീട്ടിൽ താമസിക്കണമെന്നാണ് എൻ്റെ മനസ്സിലെ ആഗ്രഹം. ഞങ്ങൾ വണ്ടിയിൽ കയറി യാത്ര തുടങ്ങി. പാതയുടെ ഇരുവശത്തും സോവിയറ്റ് കാലത്ത് പണികഴിപ്പിച്ച പുരാതനമായ കെട്ടിടങ്ങൾ, നല്ല നിലവാരമുള്ള റോഡുകൾ, മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ. 2500-ൽ പരം വർഷത്തിൻ്റെ ചരിത്രമുള്ള സമർഖണ്ഡിൽ ചൈന, ഇന്ത്യ, പേർഷ്യ, യൂറോപ്പ് എന്നിവയെ ബന്ധിപ്പിച്ചിരുന്ന സിൽക്ക് റൂട്ടിലെ ഒരു പ്രധാന കേന്ദ്രമായിരുന്നു. സിൽക്ക് റൂട്ടിനോളം പഴക്കമുള്ള ഞങ്ങൾ പോകുന്ന ഈ വണ്ടി ഓടിക്കുന്നത് മറ്റാരുമല്ല, മഹിലിയോയുടെ പിതാവാണ്. സമർഖണ്ഡ് ഉസ്ബെക്കിലെ വെറുമൊരു നഗരമല്ല. സമർഖണ്ഡ് ഇന്ന് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച ഒരു ഗംഭീര പട്ടണമാണ്. ഉസ്ബെക്കിസ്ഥാനിലെ 3-ാമത്തെ വലിയ പട്ടണം കൂടിയാണ് സമർഖണ്ഡ്. വഴിയരികിലായി കാണുന്ന ആ കെട്ടിടമാണ് സിൽക്ക് റോഡ് മാൾ. മുന്നിലായി ഒരു ട്രാം കടന്നു പോകുന്നു. 1924-ൽ സോവിയറ്റ് കാലത്ത് സ്റ്റീം എഞ്ചിനിൽ ഓട്ടം തുടങ്ങിയ ട്രാം പിന്നീട് 1947-ൽ വൈദ്യുതീകരിച്ചു. ഇപ്പോഴീ കാണുന്ന നൂതന ട്രാം സിസ്റ്റം 2017-ലാണ് കമ്മീഷൻ ചെയ്തത്. കുറച്ചു സമയം ഓടിയ ശേഷം വഴിയരികിലെ ഒരു ചെറിയ റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കാൻ കയറി ഞങ്ങളെ വരവേറ്റത് മനോഹരമായൊരു സംഗീതമായിരുന്നു. ഒരു ന്യൂസ് ബോയ് തൊപ്പിയും വെച്ച് തിമിര ശസ്ത്രക്രിയ കഴിഞ്ഞ പോലെയുള്ള ഒരു കണ്ണടയും ഫിറ്റ് ചെയ്ത് വയലിൻ്റെയും ഗിറ്റാറിൻ്റെയും ഒക്കെ ഒരു മിശ്രിത രൂപമായ വാദ്യോപകരണം വായിക്കുന്ന ഒരു അപ്പൂപ്പൻ. എനിക്ക് കൗതുകം തോന്നിയ ഒരു കാര്യം, ഗിറ്റാറിനെയും വയലിനെയും അപേക്ഷിച്ച് 9 കമ്പികളാണ് ഇതിനുള്ളത്. സമർഖണ്ഡിലൊക്കെ സപ്തസ്വരങ്ങൾ ചിലപ്പോൾ 9 എണ്ണമായേക്കാമെന്ന് ഞാൻ മനസ്സിലോർത്തു. എന്തായാലും മനോഹരമായ സംഗീതം. ഞാൻ ക്യാമറയുമായി അടുത്ത് ചെന്ന് ചിത്രീകരണം തുടങ്ങിയപ്പോഴേക്കും അപ്പൂപ്പന് വലിയ ആവേശമായി. തലയൊക്കെ വെട്ടിച്ച് എന്നെ അഭിവാദ്യം ചെയ്തുകൊണ്ട് തകർത്ത് വായിക്കുകയാണ് അദ്ദേഹം. ഞാൻ കുറച്ചുകൂടി അടുത്ത് ചെന്ന് ചിത്രീകരണം തുടങ്ങി. ആവേശം മൂത്ത് അദ്ദേഹം പാട്ടും കൂടി പാടാൻ തുടങ്ങി. വായൊന്നും അധികം അനക്കാതെയാണ് അപ്പൂപ്പൻ പാട്ട് പാടുന്നത്. കേൾക്കാൻ അത്ര വലിയ ഇമ്പമൊന്നുമില്ലെങ്കിലും അപ്പൂപ്പനെ വിഷമിപ്പിക്കേണ്ട എന്ന് മനസ്സിലോർത്ത് ഞാൻ കുറച്ച് സമയം കൂടി ചിത്രീകരണം തുടങ്ങി. അതിനുശേഷം തടി തപ്പി. അപ്പോഴേക്കും മഹിലിയോയും അപ്പനും ചേർന്ന് ഞങ്ങൾക്ക് ഭക്ഷണം ഓർഡർ ചെയ്തു. പതിവ് പോലെ ഉപ്പും പുളിയും മസാലയും ഒന്നുമില്ലാത്ത ഉസ്ബെക്ക് ഭക്ഷണം. കുറച്ച് ഉപ്പും തൈരുമൊക്കെ കൂട്ടിക്കുഴച്ച് അതിനെ ഒരുവിധമൊന്ന് മലയാളീകരിച്ച് അകത്താക്കിയ ശേഷം ഞങ്ങൾ പുറത്തിറങ്ങി. അടുത്തതായി ഞങ്ങൾ പോകുന്നത് ഒരു അത്ഭുത സ്ഥലത്തേക്കാണ്. വാളിന് പകരം ശാസ്ത്രത്തെ സ്നേഹിച്ച ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു പണ്ട് ഉസ്ബെക്കിൽ. അദ്ദേഹം തൻ്റെ പരീക്ഷണങ്ങൾക്ക് ഉപയോഗപ്പെടുത്തിയ ഒരു അത്ഭുത സംവിധാനം സൂക്ഷിച്ചിരിക്കുന്ന ഉലൂഗ് ബെഗ് എന്ന മ്യൂസിയം. ഒരു ചെറിയ കുന്നിൻ്റെ മുകളിലാണ് ആ മ്യൂസിയം. ഈ കാണുന്ന പടവുകൾ കയറി വേണം അങ്ങോട്ട് പോകാൻ. മഹിലിയോയ്ക്കും അവളുടെ പിതാവിനുമൊപ്പം ഞങ്ങൾ ആ മ്യൂസിയം ലക്ഷ്യമാക്കി നടന്നു. പടവുകളുടെ ഒരു വശത്തായി ഉലൂഗ് ബെഗിൻ്റെ മനോഹരമായ ഒരു പ്രതിമ. അദ്ദേഹം വാനനിരീക്ഷണത്തിന് നൽകിയ സമഗ്ര സംഭാവനകളെ അനുസ്മരിച്ച് പിന്നിലായി നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഒക്കെ പെയിൻറ് ചെയ്ത ഒരു ഭിത്തി. ഞങ്ങൾ വീണ്ടും മുന്നോട്ട് നടക്കുമ്പോൾ അതാ മുന്നിലായി ഒരു ഉസ്ബെക്ക് കല്യാണത്തിൻ്റെ ഫോട്ടോഷൂട്ട് നടക്കുന്നു. വെളുത്ത വസ്ത്രം ധരിച്ച ഒരു സുന്ദരിയായ യുവതിയും ഒരു മംഗോളിയൻ മുഖമുള്ള ചെറുപ്പക്കാരനും. ഇരുവരും ഒന്നിച്ചുള്ള ഒരു പുതിയ ജീവിതത്തിന് നാന്ദി കുറിച്ച ശേഷമുള്ള പടം പിടിക്കലാണ് നടക്കുന്നത്. കല്യാണ പെണ്ണിനേക്കാൾ നാണം പെണ്ണിൻ്റെ കൂട്ടുകാരിക്കാണെന്ന് എനിക്ക് തോന്നി. മഹിലിയോയുടെ അച്ഛൻ ഒരു കമൻ്റ് പാസാക്കി മുന്നിലേക്ക് നടന്നു. ആളൊരു രസികരാണ്. എപ്പോഴും ചിരിച്ച മുഖം, നർമ്മം കലർന്ന സംസാരശൈലി, മനോഹരമായി ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുന്നു. ഞങ്ങൾ കുന്നിൻ്റെ മുകളിലെത്തി. ഇതാണ് ആ മ്യൂസിയ സമുച്ചയം. അമീർ തിമൂറിൻ്റെ ചെറുമകനായ 15-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഉലൂഗ് ബെഗ് എന്ന ജ്യോതിശാസ്ത്രജ്ഞനും കൂടിയായ ഭരണാധികാരി സ്ഥാപിച്ച സമുച്ചയമാണിത്. ഈ കാണുന്ന കൽപ്പാത്തിയാണ് ഫക്രി സെക്സ്റ്റന്റ്. 15-ാം നൂറ്റാണ്ടിൽ സ്ഥാപിച്ചതാണിത്. 60 ഡിഗ്രി ചരിവിൽ 40 മീറ്റർ നീളമുള്ള ഈ സംവിധാനം ഉപയോഗിച്ചാണ് നക്ഷത്രങ്ങളുടെയും സൂര്യൻ്റെയും ഒക്കെ ദിശയും വേഗവുമൊക്കെ ഉലൂഗ് ബെഗ് രേഖപ്പെടുത്തിയത്. ടെലിസ്കോപ്പ് കണ്ടുപിടിക്കുന്നതിന് മുൻപേ സമർഖണ്ഡിൽ ഉലൂഗ് ബെഗ് സ്ഥാപിച്ച ഈ നിരീക്ഷണ കേന്ദ്രമാണ് വാനനിരീക്ഷണത്തിന് അക്കാലത്ത് ലോകം കണ്ട ഏറ്റവും മികച്ച മാതൃക. ഇതുപയോഗിച്ച് നിരവധി കണ്ടുപിടുത്തങ്ങൾ അദ്ദേഹം നടത്തി. 1018 നക്ഷത്രങ്ങളെ അദ്ദേഹം രേഖപ്പെടുത്തി.
ആധുനിക സൗകര്യങ്ങളോ ശാസ്ത്ര സാങ്കേതിക വിദ്യകളോ ഇല്ലാതിരുന്ന അക്കാലത്ത് ഉലൂഗ് ബെഗ് കണ്ടെത്തിയ വാനനിരീക്ഷണത്തിലെ അളവുകളും സമയങ്ങളും പിന്നീട് ആധുനിക സംവിധാനങ്ങളുടെ സഹായത്തോടെ ശാസ്ത്രലോകം കണ്ടെത്തിയതിൽ നിന്നും സെക്കൻഡുകളുടെ വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഉലൂഗ് ബെഗ് കണ്ടെത്തിയ ഭൂമിയുടെ ഭ്രമണ സമയം പിന്നീട് കോപ്പർനിക്കസ് കണക്കാക്കിയതിൽ നിന്നും വെറും 5 സെക്കൻഡ് മാത്രമേ വ്യത്യാസമുണ്ടായിരുന്നുള്ളൂ. വാനനിരീക്ഷണത്തിൽ മാത്രമല്ല, വിവാഹകാര്യത്തിലും അദ്ദേഹം ഒരു ശാസ്ത്രജ്ഞനായിരുന്നു. 1000-ൽ പരം നക്ഷത്രങ്ങളെ കണ്ടെത്തിയ കൂട്ടത്തിൽ 13 ഭാര്യമാരെയും അദ്ദേഹം കണ്ടുപിടിച്ചു. ചന്ദ്രനിലെ പ്രധാന ഗർത്തങ്ങളിലൊന്ന് ഉലൂഗ് ബെഗിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. 1977-ൽ കണ്ടെത്തിയ ഒരു ആസ്ട്രോയിഡിനും അദ്ദേഹത്തിൻ്റെ പേര് നൽകി ശാസ്ത്രലോകം ആദരിച്ചു. ഇത്രയൊക്കെ പ്രഗത്ഭനായിരുന്നിട്ടും അദ്ദേഹം പക്ഷേ ഒരു ഭരണാധികാരി എന്ന നിലയ്ക്ക് വൻ പരാജയമായിരുന്നു. രാജ്യത്തെ ഭരണം തൻ്റെ വരുതിയിൽ കൊണ്ടുവരുന്നതിനും തനിക്കെതിരെ നടക്കുന്ന നീക്കങ്ങൾ തിരിച്ചറിയുന്നതിലും അദ്ദേഹം പരാജയപ്പെട്ടു. വെറും 2 വർഷം മാത്രം സുൽത്താൻ പദവിയിൽ തുടർന്ന അദ്ദേഹം മക്കളിൽ ഒരാൾ തന്നെ അയച്ച വാടക കൊലയാളിയാൽ കൊല്ലപ്പെട്ടു. കലയുടെയും വിജ്ഞാനത്തിൻ്റെയും ഒരു സുവർണ കാലഘട്ടം അതോടെ പൊടുന്നനെ അവസാനിച്ചു. ഉലൂഗ് ബെഗ് മ്യൂസിയത്തിൽ നിന്നും അടുത്തതായി ഞങ്ങൾ പോകുന്നത് ഒരു സെമിത്തേരിയിലേക്കാണ്. പ്രവാചകനായ മുഹമ്മദ് നബിക്ക് ആ സെമിത്തേരിയുടെ ചരിത്രവുമായി ഒരു ബന്ധമുണ്ട്. അസംഖ്യം പ്രമുഖരെ സംസ്കരിച്ച ഒരു വിശേഷപ്പെട്ട സെമിത്തേരി. മഹിലിയയുടെ അച്ഛൻ അതിൻ്റെ കഥകൾ പറഞ്ഞു തുടങ്ങി.